നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ ഇലവള്ളി പഞ്ചായത്തിൽ കോക്കൂർ എന്ന ഗ്രാമത്തിലെ ഫോട്ടോഗ്രാഫറായ അനൂപ്. ഇദ്ദേഹം ഉത്സാഹഭരിതമായി തൻ്റെ തൊഴിലും കുടുംബജീവിതവും നയിക്കുകയായിരുന്നു. ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിക്കൊണ്ടു പോകുന്നത് പോലെ ഈ യുവാവിൻ്റെ ജീവിതത്തിലും സംഭവിക്കുകയായിരുന്നു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടുള്ള ചില ദുരനുഭവങ്ങളുടെ പരമ്പരകൾ. എൻ്റെ പേര് അനൂപ്. ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് കാലും ഒരു കല്ല് വീണിട്ട് ഇൻഫെക്ഷനായത്. അങ്ങനെ ജൂബിലി മിഷൻ കാണിച്ചു. അവർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഒന്നും പറയണില്ല എന്താ അസുഖം എന്നുള്ളത്. പിന്നെ കാലൊക്കെ പഴുത്തു, അവിടുന്ന് കീറി, മൂത്രം പോകാണ്ടായി, ആകെ പ്രശ്നങ്ങളായി. ഒരുപാട് സംഖ്യ അവർ മേടിച്ചു വെച്ചു. ഒന്നും പറ്റാണ്ടായപ്പോഴാണ് ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. കൂട്ടുകാരൻ്റെ കട പൊളിക്കുന്ന സമയത്ത് ഒരു കല്ല് കാലിൽ വീഴുകയും തുടർന്നുണ്ടായ സംഭവങ്ങളും ആ കുടുംബത്തിനെ ആകെ തകർത്തു കളഞ്ഞു. എൻ്റെ പേര് ബിബിത. എൻ്റെ ഭർത്താവും എനിക്ക് 2 ചെറിയ കുട്ടികളാണുള്ളത്. എൻ്റെ ഹസ്ബൻഡിനെ കാലുമേക്കൊരു കല്ല് വീണിട്ടാണ് ആദ്യമായിട്ട് അസുഖം, ലിവറിന് കംപ്ലൈൻ്റാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ തൃശ്ശൂർ ജൂബിലിയിലേക്ക് കൊണ്ടുപോയി പനി ഓർമ്മയ്ക്ക് പോയിട്ട് അവിടുന്ന് ജൂബിലിയിൽ കാലിമത്തെ പഴുപ്പൊക്കെ എടുത്തു. പഴുപ്പ് കാല് അത്രയും ഡേഞ്ചർ അവസ്ഥയിലായിരുന്നു. അതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ലിവറിന് കംപ്ലൈൻ്റാന്ന് ഞങ്ങൾ അവിടുന്ന് അറിഞ്ഞത്. കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. കിഡ്നി സ്റ്റോൺ ബ്ലോക്കായി മൂത്രം പോകാണ്ടായിട്ട് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ എറണാകുളം ലിസിയിലേക്ക് കൊണ്ടുപോയി ചെയ്തത്. അനൂപിൻ്റെ കാലിലുണ്ടായ മുറിവ് പിന്നീട് പഴുത്ത് വലിയ വ്രണമായി മാറുകയും തുടർന്ന് കാല് മുഴുവൻ ആ പഴുപ്പ് ബാധിക്കുകയും കാല് മുറിച്ചു മാറ്റണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുണ്ടായ വിദഗ്ധമായ പരിശോധനകളിൽ നിന്നുമാണ് അനൂപ് ഒരു കരൾ രോഗബാധിതനാണെന്ന ദുഃഖസത്യം അവർ മനസ്സിലാക്കുന്നത്. ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ജൂബിലിയിൽ നിന്ന് എറണാകുളം ലിസിയിലേക്ക് കൊണ്ടുപോയത്. ഒരുപാട് കാശ് മിഷനിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാശ് ചിലവായി. അവിടുന്ന് അങ്ങനെ എറണാകുളം ലിസിയിൽ എത്തി. അവിടുന്ന് ഗ്യാസ്ട്രോ ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാർ ലിവറിൻ്റെ സ്ഥിതി ഭയങ്കര മോശാവസ്ഥയിലാണ്. കാലിൻ്റെ മുകളിലത്തെ പഴുപ്പും പിന്നെ കിഡ്നിയിൽ സ്റ്റോണും ഒക്കെ കൂടി ആളുടെ ശരീരം പഴുപ്പും ഇൻഫെക്ഷനും ഒക്കെ നിറഞ്ഞ് ഭയങ്കര ഡേഞ്ചർ അവസ്ഥയിലാണ്. ലിവർ ഫിറോസിസ് എന്ന അസുഖം അവിടുന്നാണ് ഞങ്ങൾക്ക് ലിവറിന് ഇത്രയും വലിയ മഞ്ഞപ്പിത്തം കയറിയതും ലിവർ ഫിറോസിസ് എന്ന അസുഖം ഒക്കെ അറിഞ്ഞത് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നിന്നാണ്. ആൾ ഫോട്ടോഗ്രാഫറാണ്. ചെറിയൊരു തുച്ഛമായ ശമ്പളത്തിലാണ് ഞാനും എൻ്റെ ചെറിയ 2 മക്കളും ജീവിച്ചു പോയിരുന്നത്. അവിടുത്തെ ഗ്യാസ്ട്രോ വിഭാഗത്തിലെ ഡോക്ടർമാർ പറഞ്ഞു ഇനി ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ആൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ ആളുടെ കിഡ്നിയിൽ സ്റ്റോൺ കിടക്കണ കാരണം നമുക്ക് അതും കിഡ്നി സ്റ്റോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ അവിടെ കിടക്കുന്നതുകൊണ്ട് ആൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കല്ലിന് വേണ്ടി സ്റ്റെൻഡ് ഇട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോന്ന്. കുറച്ച് ഇൻഫെക്ഷൻ കാലുമത്തെ മുറിയൊക്കെ ഉണങ്ങി 2022 ഡിസംബറിലാണ് ഡോക്ടർ കാലുമത്തെ മുറിയൊക്കെ ഉണങ്ങി സ്റ്റോണിന് സ്റ്റെൻഡ് ഇട്ടു. അപ്പോൾ ഗ്യാസ്ട്രോയുടെ സർജൻ പറഞ്ഞു ഇനി ലിവർ ട്രാൻസ്പ്ലാന്റ് നോക്കണം, ലിവർ അത്രയും ഡേഞ്ചർ അവസ്ഥയിൽ പോയി, ഇനി കല്ല്
എടുക്കണം. കല്ലെടുത്താൽ മാത്രമേ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. നിങ്ങൾ യൂറോളജി ഡോക്ടറെ കണ്ടിട്ട് കല്ലെടുക്കാൻ നോക്കി, എന്നാലേ ട്രാൻസ്പ്ലാന്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. മാർച്ച് 2023 മാർച്ചിൽ ഞങ്ങൾ യൂറോ ഡോക്ടറെ കണ്ടു. ഡോക്ടർമാരും ഗ്യാസ്ട്രോ ഡോക്ടർമാരും കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. അത്യാവശ്യം ലിവറിൻ്റെ സ്റ്റേജ് ഭയങ്കര ഡേഞ്ചർ അവസ്ഥയിലായിരുന്നു. ഒരു ഉറപ്പുമില്ല. കല്ല് പൊടിക്കണം അല്ലെങ്കിൽ കല്ല് എടുക്കണം വെച്ചിങ്ങനെ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, തിരിച്ച് കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ കല്ല് പൊടിച്ചു. മാർച്ചിൽ കല്ല് പൊടിച്ചു. ഒരു 2 മാസത്തോളം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. ആശുപത്രിയിൽ ഒരു 15 ദിവസത്തോളം ICU കിടന്നു. അവിടുന്ന് ഡോക്ടർമാർ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പേടിക്കാവുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്ന് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റായിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ചിൽ ഞങ്ങൾ കഴിഞ്ഞ് മെയ്യോട് കൂടിയിട്ട് ഏപ്രിലിൽ ഞങ്ങൾ ഡോണറിനെ ട്രാൻസ്പ്ലാന്റിങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഉറപ്പായി വലിയ കുഴപ്പമില്ല പറഞ്ഞപ്പോൾ മെയ്യോട് കൂടി ഞങ്ങൾ ഡോണറിനെ നോക്കാൻ തുടങ്ങി. കരൾ മാറ്റിവെക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കുവാനില്ലായിരുന്നു. ഇതോടൊപ്പം തന്നെ വൃക്കയിൽ കല്ലുണ്ടാകുകയും അതിനെ തുടർന്നുണ്ടായ ഇൻഫെക്ഷൻ ശരീരമാസകലം ബാധിക്കുകയും ചെയ്തു. അതിനാൽ അനസ്തേഷ്യ കൊടുക്കുവാൻ പറ്റാത്ത അവസ്ഥയുമായി. അങ്ങനെ നമ്മൾ ലിവറിൻ്റെ ആൾക്കാരെ തേടി പെട്ടെന്ന് തന്നെ റെഡിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു. അത് പൊടിക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പൊടിച്ചു. പൊടിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ നാളവിടെ കിടക്കേണ്ടി വന്നു. കാല് അവിടെ DC ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് കാല് റെഡിയായത്. ശരിക്കും ജീവിതം തുലാസിലാടിയ ദിനങ്ങൾ. സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത്, സാമ്പത്തികം കിട്ടിയാൽ തന്നെ ഓപ്പറേഷൻ നടത്താൻ പറ്റാത്ത അവസ്ഥ മറുവശത്ത്. മനുഷ്യൻ മരവിച്ചു നിന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ. അതിന് മുന്നേ വർക്കപ്പും കാര്യങ്ങളും ഡോക്ടർമാർ തിരഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് എൻ്റെ ഗ്രൂപ്പ് വേറെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ എടുക്കാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ സഹോദരൻ്റെ ലിവർ എടുക്കാൻ നോക്കി. അപ്പോൾ അവൻ്റെ ലിവറിനും പറ്റി ലിവർ ഫാറ്റും ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് അതും എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് അധികം ഇവരുടെ സ്റ്റേജ് 29 തുടങ്ങി ലിവറിൻ്റെ സ്റ്റേജ്. ഇനി അധികം ഇല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കൂട്ടുകാരൻ്റെ വൈഫ് കൂട്ടുകാരനായിട്ട് സംസാരിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ വൈഫ് അങ്ങനെ ഞങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ലിവർ തരാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് അപ്പോഴേയും ഈ ഇൻഫെക്ഷൻ ശരീരത്തിൽ പോകണമെങ്കിൽ എന്താ പറയുക ഈ സ്റ്റെൻറ്റ് അതിൻ്റെ ഇടയിൽ സ്റ്റെൻറ്റ് ഇട്ടു. കല്ല് പിടിച്ചിട്ട് ആ സ്റ്റെൻറ്റ് എടുത്ത് ഇൻഫെക്ഷൻ കുറഞ്ഞതിന് ശേഷമാണ് 2023 ജൂലൈ 13 ഞങ്ങളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. 10 മാസങ്ങൾക്ക് മുൻപ് ദൈവകരുണയാൽ ഓപ്പറേഷൻ നടത്തുവാൻ കഴിഞ്ഞു. സാധാരണ കരൾ മാറ്റിവെക്കുന്ന രോഗികളിൽ നിന്നും വ്യത്യസ്തമായി അധികം താമസിയാതെ തന്നെ ആശുപത്രിയിൽ നിന്ന് നോർമലായി ഡിസ്ചാർജായി പോരുവാനും കഴിഞ്ഞു. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആൾക്കുണ്ടായി. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വെന്റിലേറ്ററിൽ ICUലൊന്നും അധികം കിടക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ആശുപത്രി റൂമിലേക്ക് മാറി. ജൂലൈ 13 ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ആഗസ്റ്റ് 2 ഞങ്ങൾക്ക് എല്ലാ ടെസ്റ്റുകളും എല്ലാം നോർമലായി. ഡോക്ടർ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാൻ പറഞ്ഞ് ഞങ്ങൾ പുറമെ ലിസിയുടെ തൊട്ടടുത്ത് തന്നെ റൂം എടുത്തു. ഞങ്ങൾ ലിസിയിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് അവർക്ക് പുറമെ നിൽക്കണം കുറച്ച് നാൾ. അപ്പം ഞങ്ങൾ അവിടെ റൂം എടുത്ത് 2 അങ്ങോട്ട് മാറി. ആശ്വാസമായി എന്ന് കരുതിയിരുന്നപ്പോൾ പൊടുന്നനെ അനൂപിന് വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെടുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് ആൾക്ക് പനി തുടങ്ങി. പിത്തരസം ബ്ലോക്കായി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പനി എന്നും സ്കാനിങ് MR സ്കാനിങ്
CT സ്കാൻ അങ്ങനെ എല്ലാം ചെയ്തു. അപ്പോൾ പിത്തസഞ്ചിയിൽ അവിടെ ബ്ലോക്ക് വന്നു പിത്തരസം. അപ്പം നമ്മൾ സ്റ്റെൻഡ് ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു സ്റ്റെൻഡ് സെപ്റ്റംബറിൽ ഇട്ടു. ഒരു 15 ദിവസം കഴിയുമ്പോഴും ഞങ്ങൾക്ക് ആ സ്റ്റെൻഡ് മലത്തുകൂടെ പോയി. അത് ഞങ്ങൾ അറിഞ്ഞില്ല. വീണ്ടും ഇതുപോലെ പനിയും വിറയലും ഛർദിയും ഒക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു CT സ്കാനിങ് MRI സ്കാനിങ് എടുത്തു വീണ്ടും. അപ്പം അതിൽ സ്റ്റെൻഡ് കാണാനില്ല. വീണ്ടും സ്റ്റെൻഡ് ഇടണം പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒക്ടോബറിൽ വീണ്ടും സ്റ്റെൻഡ് ഇട്ടു. 10 ദിവസം കഴിയുമ്പോഴേ ആ സ്റ്റെൻഡും പോയി. അപ്പോൾ ആൾക്ക് വീണ്ടും വിറയലും പനിയും വൊമിറ്റിങ് ബ്ലഡ് വൊമിറ്റ് ചെയ്തു. ബ്ലഡ് മലത്തു കൂടെ പോയി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ആശുപത്രിയിലായി, ICU കയറി. പിന്നീട് തുടർ പരമ്പര പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫെക്ഷനും ആശുപത്രിവാസവും സാമ്പത്തികമായും മാനസികമായും അവരെ വീണ്ടും തളർത്തുകയായിരുന്നു. പഞ്ചായത്ത് മുഖാന്തരം ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. അങ്ങനെ മാർച്ച് ഏപ്രിലോട്ട് ഞങ്ങൾ ജനുവരിയിലൂടെ നാട്ടിൽ വന്നു. വീണ്ടും ആൾക്ക് കിഡ്നിയിൽ സ്റ്റോണായി. ആ സ്റ്റോണ് വീണ്ടും എടുക്കാനായിട്ട് വീണ്ടും ഞങ്ങൾ നാട്ടുകാരും ഫ്രണ്ട്സുകളും ഒക്കെ കൂടിയിട്ടാണ് ആ സ്റ്റോണിനുള്ള കാശ് ഞങ്ങൾ ചോദിച്ചു. അല്ലാണ്ട് ഞങ്ങളെ കൊണ്ട് മുന്നോട്ടൊരു മാർഗ്ഗമില്ല. അപ്പം അത് കാരണം ആളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ റിലേറ്റീവ്സും ബന്ധുക്കാരൊക്കെ കൂടിയിട്ട് പൈസ തന്നിട്ടാണ് ഞങ്ങൾ ആ സ്റ്റോണ് മാറ്റി സ്റ്റെൻഡ് ഇട്ടു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ മുന്നോട്ട്, ആൾക്ക് വലിയ കുഴപ്പമില്ല, ടെസ്റ്റുകളൊക്കെ നോർമലായി വരുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഏപ്രിൽ 18-ാം തീയതി 20 ആൾക്ക് ബിലൂറും മഞ്ഞപ്പിത്തം കൂടി വരികയായിരുന്നു. മഞ്ഞപ്പിത്തം കൂടി വന്ന് ഇപ്പം 15-നാണ് മഞ്ഞപ്പിത്തം നിൽക്കുന്നത്. മുന്നോട്ടെങ്കിൽ ഇങ്ങനെ പോകണമെന്നൊരു വഴിയില്ല. ജീവിതം വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പം നടക്കുന്നത്. മുന്നോട്ട് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഇനി എങ്ങനെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം, ആളെ അവസ്ഥ വെച്ചിങ്ങനെ എന്നും ഇപ്പോൾ ഈ കുറച്ച് നാൾ വെച്ചിട്ട് പനി, വിറയിലും പനി എന്നെ ഛർദി. പിന്നെ ഡോക്ടർമാർ പറയണത് അവിടെ അഡ്മിഷനായി ആൻറ്റിബയോട്ടിക് ചെയ്യണം, മരുന്ന് ചെയ്യണം. ഞങ്ങളെ കൊണ്ട് ഒരു വഴിയില്ല. ഈ കാണുന്ന സുമൻസിലുള്ള ആൾക്കാർ ഞങ്ങളെ കണ്ട്, ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സഹായിക്കണം. 2 വർഷമായി കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ആകെ അവതാളത്തിലാണ്. കുട്ടികളുടെ ഭാവിയും അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഞങ്ങൾക്ക് 2 ചെറിയ കുട്ടികളുള്ളത്. ഞങ്ങളെ കുട്ടികളെ പഠിപ്പൊക്കെ മുടങ്ങിയിട്ടൊക്കെ എടുക്കണത്. ഞാൻ പൂർവ്വസ്ഥിതിയിൽ വന്നാലാണ് ആൾക്ക് ജോലിക്ക് പോയി കുടുംബം നോക്കാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ആളെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കും ജോലിക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഓരോ മാസത്തിൽ 15 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോകണം. ആൾക്ക് ഇന്നും വയ്യ. അത് കാരണം എനിക്ക് മുന്നോട്ട് ജോലിക്ക് എനിക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ആൾക്കായാലും ആളെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരണം, മക്കളെ നല്ല രീതിയിൽ വളർത്തണം. ജീവിത പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. എന്നാൽ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഇത്തരം സന്ദർഭങ്ങളിലാണ് ദൈവം മനുഷ്യന്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്. ഈ അവസരത്തിൽ ആ കരങ്ങളാവാൻ നമുക്കും ശ്രമിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ഇളവള്ളി ഇടവകയിലെ വികാരി അച്ഛനാണ് ഞാൻ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ. ഈ ഇടവക അതിർത്തിയിൽപ്പെട്ട അനൂപ് KR കരൾ രോഗ സംബന്ധമായിട്ട് അസുഖമായിട്ട് കഴിയുന്ന വ്യക്തിയാണ്. 10 മാസങ്ങൾക്ക് മുമ്പ് കരൾ ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പറേഷൻ നടത്തി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ ആവുകയും അതിൻ്റെ ചികിത്സ ആവശ്യമായിട്ട് വരികയും ചെയ്തിരിക്കുന്നു. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള അനൂപിനും കുടുംബത്തിനും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമുള്ള സമയമാണ്. നിങ്ങളാൽ സാധിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് ഈ കുടുംബത്തെ സഹായിക്കണമെന്നും അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. ഞാൻ ഭുവനേശ്വരി, അനൂപിൻ്റെ അമ്മയാണ്. അവനിപ്പോൾ സുഖമില്ലാണ്ട് 2 വർഷത്തോളമായി ചികിത്സയിലാണ്. ലിവർ മാറ്റിവെക്കലെല്ലാം ചെയ്തു. അനൂപിന് 2 മക്കളാണ്. ചെറുപ്പമാണ് അവർ. 2 കൊല്ലമായി അനൂപ് ചികിത്സയിലാണ്. ഞങ്ങളെ കൊണ്ട് സാധിക്കാവുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്തു. ഇനിയും ഞങ്ങളെ കൊണ്ട് പാകമില്ലാത്ത സ്ഥിതിയാണ്. ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ദിവസവും അവന് പനിയാണ്. നാളെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു ഡോക്ടർ. അവിടെ അഡ്മിറ്റ് ആവണം, സ്റ്റെൻഡ് ഇടണം എന്നൊക്കെ പറയുന്നത്. ഓരോ പ്രാവശ്യം കിടക്കുമ്പോഴും
ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ്. ഞങ്ങളിപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ ആ കുഞ്ഞുമക്കളല്ലേ രണ്ടെണ്ണം, അധികം വയസ്സായിട്ടില്ല. ഒരു പെറ്റമ്മയുടെ ദുഃഖമാണ് ഞാൻ പറയുന്നത്. എല്ലാ അമ്മമാർക്കും അറിയാലോ. പറഞ്ഞ നമ്മുടെ മക്കള് നമ്മൾക്ക് വയസ്സായി വരും, നമ്മുടെ മക്കൾ ചെറുപ്പം ഈ അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തേലും സഹായം ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരണം. അതെനിക്ക് പറയാനുള്ളൂ. പ്രാർത്ഥിക്കണം, അത്ര തന്നെ. ഇവരെ ദുഃഖത്തിൻ്റെ ഈ കയത്തിൽ നിന്നും കൈപ്പിടിച്ചുയർത്തുവാൻ, ഒരു കൈത്താങ്ങാവാൻ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകരോട് ദൈവനാമത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ഷീന ജോജു. ഞങ്ങളുടെ നഴ്സറിയിൽ പഠിക്കുന്ന മകൻ്റെ അച്ഛനായ അനൂപിനെ 2 വർഷം മുൻപ് കരളോഗ സംബന്ധമായ അസുഖം ബാധിച്ചിരുന്നു. അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റിലേക്ക് നടന്നപ്പോൾ അവന് ലിവർ മാറ്റിവെക്കണമെന്ന തീരുമാനത്തിലെത്തി. 10 മാസം മുന്നേ അവന് ലിവർ മാറ്റിവെച്ചു. അതിനുശേഷം അവനിലൂടെ വന്ന ഇൻഫെക്ഷനും കിഡ്നിയിലുണ്ടായ കല്ലിൽ നിന്നും വന്ന ഇൻഫെക്ഷനും കൂടി അവന് പിന്നീടുള്ള ചികിത്സാ ചെലവിന് വളരെയേറെ ബുദ്ധിമുട്ടായി. ഇപ്പോഴും അതിന് വീണ്ടും ഇൻഫെക്ഷൻ ബാധിച്ച് അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും സഹായങ്ങളും നല്ലവരായ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരോട് അപേക്ഷിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ എരവളി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ വാർഡില് അനൂപ് കല്ലായിൽ എന്ന വ്യക്തിക്ക് കരൾ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. ഇനിയും തുടർന്ന് ചികിത്സ നടത്താനായിട്ട് ഇനിയും ഒരുപാട് പൈസ ചിലവുണ്ട്. ഇതിന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. 2 ചെറിയ കുട്ടികളെ അമ്മയായി എൻ്റെ അപേക്ഷയാണ്. ഞങ്ങളെ കൈവിടരുത്. എൻ്റെ മക്കളുടെ ഭാവി ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ടെൻഷൻ. എന്താണെന്ന് വെച്ചാൽ മരുന്ന് മേടിക്കണമെങ്കിൽ മാസം 10,000 രൂപ വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ കൃഷ്ണൻകുട്ടി എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് കൃഷ്ണൻകുട്ടിയുടെ മകൻ അനൂപ് ആണ്. കൃഷ്ണൻകുട്ടി എന്ന സഹോദരൻ 65 വയസ്സുണ്ട്. പൊൻകുന്നത്താണ് വീട്. അദ്ദേഹം 5 വർഷമായിട്ട് കിഡ്നി രോഗത്തിന് ചികിത്സയിലാണ്. പൊൻകുന്നത്തുള്ള അരവിന്ദ ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസിന് അദ്ദേഹം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു വാർക്കപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. പെൺകുട്ടി വിവാഹം കഴിച്ചു പോയി. പിന്നെ ഉള്ള മകനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അവൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് ടിവിക്ക് കൃഷ്ണൻകുട്ടി എന്ന സഹോദരനെ പരിചയപ്പെടുന്നതിനായിട്ട് ഇടയായത്. അവരുടെ ആ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി ഗുഡ്നസ് ടിവിയിലൂടെ അത് അറിയിച്ചപ്പോൾ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 1,10,000 രൂപ കൊടുക്കുന്നതിനായിട്ട് സാധിച്ചത്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേര്, ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ നിങ്ങളെല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് ഈ തുക ഇപ്പോൾ കൃഷ്ണൻകുട്ടി സഹോദരൻ്റെ മകൻ അനൂപിന് ഞാൻ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അനേകരുടെ ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും
വലിയ ഒരു തുക കൈമാറുന്നതിനായിട്ട് ഇപ്പോൾ സാധിച്ചത്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പാത്രം പച്ചവെള്ളം ശിഷ്യൻ എന്ന നിലയിൽ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന്. നിങ്ങൾക്കെല്ലാവർക്കും ദൈവം പ്രതിഫലം തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. നിങ്ങൾ വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ ഒരു തുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതിന് തയ്യാറായി. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ സഹോദരന് കൈമാറാനായിട്ട്, അല്ലെങ്കിൽ അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി കൈമാറുന്നതിനായിട്ട് നിങ്ങൾ തയ്യാറായി. നിങ്ങളുടെ ആ വലിയ മഹാമനസ്കതയ്ക്ക്, വലിയ സ്നേഹത്തിന് ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളുമായിട്ട് ഗുഡ്നസ് ടിവി നിങ്ങളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗുഡ്നസ് ടിവിയോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് എനിക്ക് തീർച്ചയായിട്ടുമുണ്ട്. നിങ്ങളെല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ് നൽകി, ആരോഗ്യം നൽകി, ജീവിതത്തിൽ വിജയം നൽകി, സന്തോഷവും സമാധാനവും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ കാത്ത് പാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് കൃഷ്ണൻകുട്ടിയെ ഓർക്കാം. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാമ്പത്തികമായ സഹായം പോലെ തന്നെ പ്രാർത്ഥനാ സഹായവും അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം. പ്രാർത്ഥനയിലൂടെ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതിനും രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനും ഇടയാകണമേ എന്ന് നമുക്ക് തുടർന്നും ആ സഹോദരനെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ പേര് അനൂപ്. കൃഷ്ണൻകുട്ടി എൻ്റെ അച്ഛനാണ്. സമരിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളെ സഹായിച്ച എല്ലാ നല്ലവരായ ആൾക്കാർക്കും എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.